ഹലോ ഫ്രണ്ട്സ്, ഇത് ഈ ഫ്ലവർ കണ്ടോ? എന്ത് നല്ല ഭംഗിയുള്ള ഒരു റോസാപ്പൂവാണെന്ന് നോക്കിയേ. ഇത് ഈസി ആയിട്ട് നമുക്ക് സൂചി ഒന്നും വേണ്ട, നൂലും വേസ്റ്റ് തുണിയും മാത്രം കൊണ്ട് നമുക്ക് അതിമനോഹരമായി ചെയ്തെടുക്കാം. അതായത് ഒരു കത്രിക, നൂല്, പിന്നെ ഒരു വേസ്റ്റ് തുണി ഏത് കളർ വേണേലും നിങ്ങൾക്ക് എടുക്കാം. ഇതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു റോസാപ്പൂവാക്കി മാറ്റാം. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, സൂചി കൊണ്ടോ മെഷീനിലോ ഒന്നും അടിക്കുന്നില്ല. നമുക്ക് ഒരു സ്ക്വയർ ആകൃതിയിൽ ആദ്യം ഒരു പീസ് വെട്ടിയെടുക്കാം. തിങ്കിൾ ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ഹാൻഡ് മെയ്ഡ് ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ മെഹജബീൻ ഇതുപോലെ പീസായിട്ടൊരു തുണി ഞാൻ വെട്ടിയെടുക്കുകയാണ്. അതുപോലെ ഇതൊന്ന് മടക്കി വീണ്ടും ഒന്ന് മടക്കിയതിന് ശേഷം ഈ സൈഡ് നമുക്ക് ചെറുതായിട്ടൊരു സൈഡ് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. ചെറുതായിട്ടിങ്ങനെ ഒന്ന് മടക്കി അതിൻ്റെ സൈഡ് ഒന്ന് കെട്ടിയെടുക്കാം. ഇപ്പോൾ ഒരു ഇതളിൻ്റെ ആകൃതിയിലായിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് കെട്ടിയെടുക്കുകയാണ്. ഇതുപോലെ കുറേ ഞാൻ കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കെട്ടിയെടുത്തത് ഞാൻ കാണിക്കാം. ഉണ്ട്, നല്ല ഭംഗിയായിട്ടൊരു ഇതൾ പോലെ ഇരിക്കുന്നില്ലേ? ഇതേ പെറ്റൽസിൻ്റെ രീതിയിൽ കെട്ടിയത്. ഇത് കണ്ട, ഇതുപോലെ കുറേ ഞാൻ കെട്ടിയെടുത്തതാണ്. കെട്ടി ഇതുപോലെ വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു കമ്പി എടുത്തതിന് ശേഷം കമ്പിയുടെ എൻഡ് ഒന്ന് വളച്ചു കൊടുക്കാം. വളച്ചു. ഇനി നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് ബാക്കി പെറ്റൽസ് കൂടെ വെച്ച് നല്ലതുപോലെ അടുക്കി ഒന്ന് റോസാപ്പൂവിൻ്റെ കണക്ക് കെട്ടിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഈസിയായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റോസാപ്പൂവാണ്. ഇതുപോലെ നമുക്ക് ചേർത്ത് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുക. നിങ്ങൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ വെച്ചിട്ട് കെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ ഓരോ പെറ്റലായിട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കാവുന്നതാണ്. അതുപോലെ ഒന്ന് കെട്ടിയതിന് ശേഷം വീണ്ടും അടുത്തത് നമുക്ക് എടുത്ത് വെച്ച് കെട്ടിയെടുക്കാം. നിങ്ങൾ ഒരെണ്ണമായിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ലെയറായിട്ട് വെച്ചതിന് ശേഷം നൂലിന് കെട്ടിയാലും മതി. ഇനി അടുത്തത് വെച്ച് കൊടുക്കാം. അടിപൊളി റോസാപ്പൂവായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കെട്ടി നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചുറ്റി എടുത്തിട്ട് ലോക്ക് ചെയ്യാം. എന്ത് രസമുണ്ടെന്ന് നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ടേപ്പ് വെച്ച് ഈ എൻഡ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ കുറേ ഉണ്ടാക്കി നമ്മുടെ മേശയുടെ മുകളിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല അടിപൊളി ഒരു റോസാപ്പൂവായിട്ടുണ്ട്. ഞാൻ കുറേ നാളുകളായി വീഡിയോസ് ഇടുന്നില്ല എന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ പഴയ ഫ്രണ്ട്സ് എല്ലാം എന്നെ വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇനി അങ്ങോട്ട് അടുത്തുള്ള ദിവസങ്ങളിലെല്ലാം ഹാൻഡ് മെയ്ഡ് ഫ്ലവറിൻ്റെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് നല്ല നല്ല കമൻറ്റ്സ് ഇടുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നല്ല നല്ല കമൻറ്റ്സുകൾ ഇടുക. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അതുപോലെ ഇങ്ങനെ വളഞ്ഞ് നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. കുറേ ഇങ്ങനെ ചെയ്ത് നമുക്കൊരു ബൗളിലോ എന്തെങ്കിലും ഒരു ചട്ടി പോലെ ഉള്ളതിലോ എന്തെങ്കിലും കുപ്പി എടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് നമുക്കിതുപോലെ നിറച്ച് വെക്കാവുന്നതാണ്. ഏത് കളർ വേണേലും ഉപയോഗിക്കാം. നമുക്ക് റെഡ് കളർ ഉപയോഗിക്കാം. റെഡ് കളറാകുമ്പോൾ പട്ടറോസ പോലെ ഇരിക്കും. അങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിനി വീണ്ടും ഇതുപോലെ നല്ല വെറൈറ്റി ഒരു ഫ്ലവറുമായിട്ട് കാണാം. ഇതൊന്ന് നല്ലതുപോലെ പിടിച്ചേ മോനെ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഈ ലീഫൊന്നും അടന്നൊന്നും പോകത്തില്ല. നൂലിന് നല്ലതുപോലെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗി. നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചാക്കണം, അന്നേരം ഒന്നുകൂടി നല്ല ഭംഗിയായിട്ടിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.